എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, അവിടെ എന്താണ് ഒരുക്കങ്ങൾ? സ്ട്രോങ് റൂം തുറന്നോ? കളക്ടറുടെ പ്രതികരണം ഉൾപ്പെടെ അല്പം മുൻപ് ലഭിക്കുകയുണ്ടായി. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? കിസാറ്റിലാണ്. ഇവിടെയാണ് വിവിധയിടങ്ങളിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളും എല്ലാം വോട്ടിട്ടതിന് ശേഷം ഈ തപാൽ വോട്ടുകളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് ഇവിടെ എത്തി ഇവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് തപാൽ വോട്ടുകളെല്ലാം വണ്ടിയിൽ നിന്നിറക്കി ഈ മറ്റ് വോട്ടിംഗ് മെഷീനുകൾ ഇരിക്കുന്ന അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ഇനി അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. എറണാകുളത്തുകാരുടെ മനസ്സിൽ എന്താണ്, അവരുടെ വിധി എന്താണെന്ന്, ജനമനസ്സിൽ എന്താണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും മറ്റ് അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കാതെ UDFന്റെ തന്നെ കോട്ടയായ ഈ എറണാകുളം മണ്ഡലത്തിൽ ഹൈബി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും കുറച്ച് മണിക്കൂർ കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ജില്ലാ കളക്ടർ ഇവിടെ എത്തി പോലീസ് ഉദ്യോഗസ്ഥരോടും മറ്റു ഉദ്യോഗസ്ഥരോടും എല്ലാ കാര്യങ്ങളും സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. കളക്ടറെ ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ഹാളിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ എല്ലാ 8 മണിക്ക് ഇവിടെ കൗണ്ടിംഗ് തുടങ്ങും. 8:30 മണിക്ക് 7 ARO ഹാളിലും നമുക്ക് കൗണ്ടിംഗ് തുടങ്ങും. അതിനുള്ള ഇപ്പോൾ ഓൾറെഡി പോസ്റ്റൽ ബാലറ്റ്സ് നമ്മൾ സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാഫ് എല്ലാം ഇവിടെ റെഡിയാണ്. നമുക്ക് കൃത്യം 8 മണിക്ക് തുടങ്ങാം. പോലീസിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒക്കെ ഇവിടെ തീർച്ചയായിട്ടും കമ്മീഷണറുടെ ലീഡർഷിപ്പിൽ പ്രോപ്പർ 3 ടയർ സെക്യൂരിറ്റി പ്ലാൻ നടപ്പിലാക്കി നമുക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എ സ്മൂത്ത് കൗണ്ടിംഗ് ആയി. എന്തായാലും കളക്ടറെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടതില്ലായിരുന്നു. തിരക്കിലാണ്. കൃത്യമായ ടൈമിംഗ് ആയിരുന്നു നമ്മുടെ നവമിയുടേത്. അതിനിടയിൽ തന്നെ കളക്ടർ വന്നു, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു.